ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ നിന്നൊക്കെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സരയുവാണ് എല്ലാത്തിനും കാരണക്കാരി കിരൺ മനസ്സിലാക്കുന്ന അടിപൊളി ക്ലൈമാക്സിന്റെ അടുത്തേക്ക് വരുന്ന എപ്പിസോഡ്സ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അങ്ങനെ ഷാരിനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം. ഷാരി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സിസ്റ്റർ വരുന്നുണ്ട്. സിസ്റ്ററിനോട് ഷാരി ചോദിക്കുന്നുണ്ട്, എനിക്ക് എപ്പോഴാണ് ഡിസ്ചാർജ് ആവാൻ പറ്റിയ സിസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഡോക്ടറല്ലേ തീരുമാനിക്കുന്നത്, ഞാനല്ലല്ലോ. ഡോക്ടർ പറയുമ്പോൾ ഡിസ്ചാർജ് ആവാം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം നമ്മുടെ സരിയോ മനോഹറിനെ കൂട്ടിക്കൊണ്ട് ഷാരിയുടെ അടുത്തേക്ക് വരുവാട്ടോ. മനോഹർ ഷാരിയുടെ അടുത്തേക്ക് നോക്കുമ്പോഴേക്കും ഷാരി തിരിഞ്ഞു കിടക്കാണ്. മനോഹർ ചോദിക്കുന്നുണ്ട്, ആന്റിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലേ? എന്റെ മോള് നിന്നോട് ക്ഷമിച്ചു, പിന്നെ ഞാൻ നിന്നോട് എന്തിനാ ദേഷ്യം കാണിക്കണത് എന്ന് ഷാരി പറയാണ്. ഇത് കേട്ട് മനോഹർ പറയുന്നുണ്ട്, ആന്റി ശത്രുക്കളൊക്കെ ഒടുങ്ങി എന്നാണ് വിചാരിച്ചത്, പക്ഷെ വീണ്ടും ശത്രുക്കളൊക്കെ വരുവാണല്ലോ ആന്റി. ജയിലിലാണെങ്കിൽ കല്യാണിയുടെ അച്ഛനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, ടെൻഷനിലാണ്, മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു ആദ്യമാണ് അദ്ദേഹത്തിന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഷാരി മനസ്സിൽ വിചാരിക്കണം, നീ പോടാ, നീ എൻ്റെ മോളുടെ കൂടെ പോ, ഇന്ന് നിന്റെ ശവസംസ്കാരമാണ് എന്ന് ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു കേട്ടോ. സരി പറഞ്ഞു, മനുവേട്ടാ എന്ന് നമുക്ക് പോയാലോ? ശരി ആന്റി, പോകുന്നതിന് മുമ്പ് ഞാൻ ആര്യനെ കാണാൻ വരാം എന്ന് പറഞ്ഞിട്ട് മനോഹർ സരിവിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. ഷാരി മനസ്സിൽ വിചാരിക്കണ്ട്, ഈശ്വര ഇവനെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ മോള് ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരിയും മനോഹറും കൂടി താരയുടെ കൂടെ ഇപ്പൊ നിൽക്കുന്ന വീടുണ്ടല്ലോ അവിടേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമ്മുടെ സരിയു വാതിൽ തുറന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് ഞാനും അമ്മയും നിൽക്കണ ഒരു കൊച്ചു വീട് എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, രണ്ടുപേർക്ക് നിൽക്കാൻ ഈ വീട് ധാരാളമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ സരിയുവിന്റെ മൊബൈലിലേക്ക് കിരണിന്റെ കോള് വരുവാട്ടോ. അവനാ വിളിക്കണത് കിരൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. ഹലോ കിരണെ, പറയടാ. മനോഹറിനെയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിലേക്ക് എത്തിയോ? ആദ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ട് ഇപ്പൊ വീട്ടിലേക്ക് വന്നു എന്ന് പറയാണ്. മനോഹർ അടുത്ത് തന്നെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ഫോൺ അവന്റെ കയ്യിൽ കൊടുക്കുക എന്ന് പറയാണ്. അങ്ങനെ സരിയും ഫോൺ മനോഹറിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കിരൺ സാറെ പറ എന്ന് പറയുമ്പോൾ, മനോഹറെ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് നീ ഇന്ന് താരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തറവാട്ടിലേക്ക് പോകണം. ഇന്ന് നിങ്ങൾ അവിടെ നിന്നാൽ മതി, നാളെ എൻ്റെ വീട്ടില് ഇവിടെ വന്നിട്ട് സദ്യയും ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് അടിച്ചു പൊളിച്ചു പോവാം എന്ന് പറയാണ്. ശരി സാറേ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹർ ഫോൺ വെക്കാണ്. എന്താവും പറഞ്ഞത്? ഇന്ന് രൂപാലിയുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ പോകണമെന്നാ പറഞ്ഞത്. അതിനെന്താ, നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടേക്ക് പോവാം. മനോഹർ പറയണ്ടേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സരിയോ, നീ എന്നോടത്ത് ഇങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ടല്ലോ മനുവേട്ടാ, പിന്നെ എല്ലാവരും പറഞ്ഞ് എൻ്റെ മനസ്സിന് ഇപ്പൊ ചെറിയ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് സരിയോ പറയാണ്. എന്നിട്ട് മനോഹർ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കല്യാണി കിരണിനോട് പറയുന്നുണ്ട്, എന്താ കിരണേട്ടാ മനുവിനോട് സംസാരിച്ചിട്ട് എനിക്ക് കോള് തരാത്തത്? അത് വേറൊന്നുമല്ല, അവര് നാളെ ഇവിടെ വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫോൺ തരാതിരുന്നത്. പിന്നെ അവനോട് അത് പറയാൻ വേണ്ടിട്ട് തന്നെയാ ഫോണിൽ വിളിച്ചത്. എന്നാലും എനിക്ക് ഈ മാറ്റമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്യാണി. സരിയു ഇങ്ങനെ മാറുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ? അതേ കിരണേട്ട, ഇങ്ങനെ മാറുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അല്ല, കിരണേട്ടൻ എന്തെന്ന് തിരക്കെന്നൊക്കെ പറഞ്ഞത് അത് പയസ് എവിടെയുണ്ടെന്ന് മനസ്സിലായി കല്യാണി. അവനുള്ള സ്ഥലത്തേക്ക് ഞാനും രതീഷും വേലും കൂടി പോവാ അവനെ തപ്പിപ്പിടിക്കാനായിട്ട്. അവൻ എന്തിനു വേണ്ടി അത് ചെയ്തെന്ന് അറിയണമല്ലോ. അതിനെ ഇപ്പൊ എന്തറിയാനാ കിരണേട്ട? വിക്രത്തിന്റെ ഫ്രണ്ട് അല്ലേ അവൻ? വിക്രം മരിച്ചപ്പോ പകരം വീട്ടാൻ വേണ്ടി വന്നതായിരിക്കും അവൻ. അങ്ങനെ തന്നെ അവനാ ചാൻസ് കല്യാണി. പക്ഷെ ഇനി അവന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയണ്ടേ? ഇനി നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു ശത്രു ഇതിനെ പുറകിൽ ഉണ്ടെങ്കിലോ? അതുകൊണ്ട് അവനൊന്ന് കണ്ടട്ടെ, അവന്റെ വിധി എന്തായാലും ഇനി കാട്ടി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുകയാണ്. സരിയുനല്ല നമ്മുടെ കല്യാണിക്കും ആകെ ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ രതീഷും വേലും അതുപോലെ തന്നെ കിരണും കൂടി നേരെ പോണത് ഈ പറയുന്ന പയസ്സുള്ള ആ ഒരു സ്ഥലത്തേക്കാട്ടോ. അവിടേക്ക് പോയ കിരണും വേലും രതീഷും കൂടി പയസ്സിനെ കണ്ടുപിടിക്കുന്നുണ്ട്. പയസ് ഇവരെ 3 പേരും തള്ളിയിട്ടിട്ട് അവിടെ നമ്മൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കട്ടോ. ഓടി റോട്ടിലേക്ക് എത്തുന്നുണ്ട്. കിരണും രതീഷും വേലും തൊട്ട് പിന്നാലെ തന്നെ ഇട്ട് നിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ഓടി പോകാണ്. പയസ് ഓടി കുറച്ച് കഴിയുമ്പോഴേക്കും കിരണ ഒറ്റ ചവിട്ടാണ്. പയസ് നിലത്തേക്ക് ഉരുണ്ട് വീഴുന്നു കേട്ടോ. കിരണും രതീഷും വേലും കൂടി, എടാ നീ ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ, എന്റെ ഭാര്യനെ കുത്താൻ വേണ്ടി വന്ന നീ ആർക്ക് വേണ്ടിയിട്ടാടാ അത് ചെയ്തത്? അത് പറഞ്ഞിട്ട് നിനക്കുള്ള വിധി ഞങ്ങൾ തരുന്നുണ്ട്, പറയടാ. ഞാൻ ആർക്കും വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്തത്, നിങ്ങൾ ആരും എന്നെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിന്റെ ഒരു സൈഡിൽ ഒരു കത്തി ഉണ്ട് കേട്ടോ. കത്തി എടുക്കുകയാണ്. ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ കുത്തി മലർത്തി കളയുന്ന എൻ്റെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കിരൺ പുറകെ നിന്നിട്ട് ഒരു ഒറ്റ ചവിട്ടാണ്. ആ കത്തി തെറിച്ചു വീഴും കേട്ടോ. പിന്നീട് പയസിന്റെ കയ്യും കാലൊക്കെ നന്നായിട്ട് കെട്ടിയിട്ട് വേലും രതീഷും കിരണും കൂടി ചേർന്ന് വണ്ടിയിലേക്ക് ഇട്ട് കാട്ടിലേക്ക് കൊണ്ടുപോകാട്ടോ. കാട്ടിലേക്ക് കൊണ്ടിട്ട് അവിടെ ഇടുകയാണ് പയസിനെ.
അങ്ങനെ കാട്ടിലെത്തിയതിനു ശേഷം വീണ്ടും വീണ്ടും കിരൺ ചോദിക്കണ്ട, പറയടാ നീ ആർക്ക് വേണ്ട നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പയസ് പറയണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരനാ വിക്രം, അവന് കല്യാണിനെ കൊല്ലാൻ വേണ്ട ജയിലിൽ നിന്ന് പരോളിനെ പോലും ഇറങ്ങിയത്. അങ്ങനെയുള്ള എന്റെ കൂട്ടുകാരനെ അവന്റെ അച്ഛൻ കൊന്നു, അത് ആ കല്യാണിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആ കല്യാണി ജീവിച്ചിരിക്കേണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി രാത്രി ഞാൻ മതിൽ ചാടി വന്നത് എന്ന് പറയുമ്പോഴേക്കും കിരൺ അയാളെ ചവിട്ടി കൂട്ടുന്നുണ്ട്. നീ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ, എടാ നീ സത്യമായിട്ട് പറ, ഇതിനെ പിന്നിൽ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ കൊന്നു കൊല വിളിച്ചിട്ട് നിന്നെ ഞാൻ നിയമത്തിന് വെറുതെ വിടാം, അവിടെ നിനക്ക് ജയിലിലാണെങ്കിലും കിടക്കാം. പക്ഷെ നീ ഇപ്പൊ സത്യം പറയുന്നില്ല, അല്ല ഇതിന് പുറകെ നീ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ നീ ഇവിടെ കിടന്ന് ചാവോടാ. വന്യമൃഗങ്ങൾ നിന്നെ കടിച്ച് പറിച്ച് കീറും. ഇപ്പൊ രാവിലെയാണ് വന്യമൃഗങ്ങളും നിന്റെ അടുത്ത് വരില്ലായിരിക്കും, പക്ഷെ ഈ നേരം ഒന്ന് ഇരുട്ടിക്കോട്ടെ, നിന്റെ ശവം പോലും കിട്ടില്ല എന്ന് പറയാണ്. വേലു പറയണ്ട, അഥവാ നിന്നെ വന്യമൃഗങ്ങൾ തിന്നില്ലെങ്കിൽ എന്റെ ഊരിലെ ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, അവർ നിന്നെ ചുട്ടു തിന്നോടാ എന്ന് പറയാണ്. അയ്യോ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ അന്നാ നീ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവർ കിരണും രതീഷ് വേലും കൂടി തിരിച്ചു പോകാൻ പോവാട്ടോ. അവൻ അവിടെ ഇട്ടിട്ട് തിരിച്ച് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കണം. പയസിന്റെ ഫോണാട്ടോ. രതീഷ് പറഞ്ഞിട്ട്, സാറേ അവന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രതീഷ് അവന്റെ പോക്കറ്റിന് ഫോൺ എടുക്കാട്ടോ. ഇത്ര നേരം നിന്റെ കയ്യിൽ ഈ സാധനം ഉള്ളത് കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് രതീഷും വേലും കിരണും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. ശേഷം വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും പയസിന്റെ മൊബൈല് ബെല്ലടിക്കാട്ടോ. രതീഷ് ഫോൺ ഇങ്ങനെ നോക്കുന്നുണ്ട്. സാറേ ഇത് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ടല്ലോ, കുറെ നേരം കോള് വരുന്നത്, പരിചയമുള്ളൊരു നമ്പർ ആണല്ലോ സാറേ ഇത് എന്ന് പറയാണ്. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ ആ ഫോൺ മേടിക്കുകയാണ്. എന്നിട്ട് 415 ഈ നമ്പർ എവിടെയോ, ഇത് സരയുവിന്റെ നമ്പറാണ് എന്ന് പെട്ടെന്ന് തന്നെ കിരൺ പറയാണ്. അപ്പോഴേക്കും രതീഷ് അപ്പൊ ഇതിന് പിന്നിൽ സരയു തന്നെയാ, അല്ലെങ്കിൽ അവനെ എന്തിനാ സരയു വിളിക്കണം, ഇത് അങ്ങനെ തന്നെയാ സാറേ, അവനെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഈ സരയു ആണ്. ആ സമയത്ത് കിരൺ പറഞ്ഞിട്ട്, ഇത്രയും നാളെ രതീഷ് സരയുവിനെ സംശയിച്ചപ്പോ ഞാനും കല്യാണം ഒരിക്കലും സരയുവിനെ സംശയിച്ചില്ല, ഇതിപ്പോ ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും വേലു പറയുന്നുണ്ട്, അല്ല ഈ പറയുന്ന സരയുവിനെയും കുഞ്ഞിനെയൊക്കെ സംരക്ഷിക്കുന്നത് കിരൺ സാറും കല്യാണി മേഡവും ആണല്ലോ, പിന്നെ എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ചോദിക്കും. സരയു ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്താ സാറേ, ഒന്നും മനസ്സിലാവുന്നില്ലടാ, ഇനി ഇതിനൊക്കെ പിന്നിൽ അവളായിരിക്കും എന്ന് പറയുമ്പോൾ രതീഷ് പറഞ്ഞു, സാറേ ഉറപ്പിച്ചോ ഇതിനെ പിന്നിൽ അവള് തന്നെയാണ്, അവള് തന്നെയാ എല്ലാത്തിനും കാരണം. അവള് വിക്രത്തിന്റെ കൂട്ടുകാരനെ പോയി കണ്ടിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് കല്യാണിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. അല്ലെങ്കിൽ സാർ ആലോചിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തറവാട്ടിലെ വാതിലിന്റെ ഡോർ ആരാണ് അയാൾക്ക് തുറന്നു കൊടുത്തത്? സാറിന്റെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ വാതിൽ കുത്തി തുറന്നതാട്ടോ, പുഷ് ചെയ്തതാട്ടോ, ഒരു ഇതുമില്ലെന്ന് താനെ തുറന്ന് കയറിയതാണെന്ന്. അപ്പൊ അത് ആ ഉള്ളിൽ നിന്ന് ആരെങ്കിലും തുറന്നു കൊടുക്കണ്ടേ? അത് തുറന്നു ആ ഷാരി തന്നെയാ, സരയുവിന്റെ അമ്മ ഷാരി. പക്ഷെ കുത്തുകൊണ്ടതും അവർക്ക് തന്നെയാണല്ലോടാ എന്ന് കിരൺ പറയുമ്പോൾ, അത് കുത്തു മാറിക്കൊണ്ടതാണ് ശരിയാണ്, പക്ഷെ എങ്കിലും സരയു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അവളാണിത് ചെയ്തെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റൂ, അവൾക്കും ഒരു വിധി കൊടുത്തേ പറ്റൂ എന്ന് കിരൺ പറഞ്ഞുകൊണ്ടിരിക്കേ കല്യാണിയുടെ കോള് ഫോണിലേക്ക് വരും കേട്ടോ. കല്യാണിയാ വിളിക്കണത്. ഹലോ കല്യാണി പറ. കിരണേട്ടാ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ ഇപ്പൊ എന്നെ അമ്മൂമ്മ വിളിച്ചിരുന്നു, താരാന്റെ സായാഹ്നത്തിലുണ്ടെന്ന്. സായാഹ്നത്തിലോ? അമ്മേനെ കാണാൻ വേണ്ടി പോയതാണോ? അല്ലല്ല, അവിടെ നിൽക്കാൻ വേണ്ടി പോയതാണെന്നാ പറഞ്ഞത്. നിൽക്കാനോ? അതെ. ശരി കല്യാണി, ഞാൻ അങ്ങോട്ടേക്ക് വരുവാണെന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. പിന്നെ അടുത്തൊരു വാർത്ത രതീഷ് എന്ന് പറയാണ്. എന്തിനാ കല്യാണി വിളിച്ചത്? അത് താരാന്റെ സായാഹ്നത്തിൽ പോയെന്ന്. ആരെ? അമ്മുമ്മനെ കാണാനോ? അല്ല, അവിടെ നിൽക്കാനായിട്ട്. അപ്പൊ അത് തന്നെ സാറേ, മോളുടെ ചീത്ത സ്വഭാവത്തെ കുറിച്ച് അമ്മ മനസ്സിലാക്കി, അതുകൊണ്ട് അമ്മ മോളെ ഉപേക്ഷിച്ച് സായാഹ്നത്തിലേക്ക് പോയി. എന്തായാലും നമുക്ക് നേരെ സായാഹ്നത്തിലേക്ക് പോവാം. താരാനിനെ കൊണ്ട് ഇത് സത്യങ്ങളൊക്കെ പറയിപ്പിച്ചേ പറ്റൂ. ഇനി സരയുവാണ് ഇതിന് പിന്നിലെങ്കിൽ അവളെയും കാട്ടിക്കൊണ്ടിടണ്ടേ സാറേ എന്ന് രതീഷ് പറയുമ്പോഴേക്കും, എല്ലാവർക്കും ഒരു വിധി കൊടുത്താൽ പറ്റില്ലല്ലോ രതീഷ്, അവൾക്ക് വേറൊരു വിധിയായിരിക്കും കാത്തിരിക്കുന്നത് എന്ന് കിരൺ പറയുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു ആ വിഷക്കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പി എടുക്കാൻ വേണ്ടി എടുത്തിട്ട് നമ്മുടെ മനോഹർ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോകുവാണ്. ആ സമയത്ത് കിരൺ ആണെന്നുണ്ട് കിരണിനോട് വേലു പറയണ്ടല്ല, ഈ പറയുന്ന മനോഹർ ഇപ്പൊ അവളുടെ കൂടെയല്ലേ ഉള്ളത്, ഇനി മനോഹറിനെ തഞ്ചത്തിൽ അവൾ വിളിച്ച് കൊല്ലാൻ വേണ്ടി വല്ല പ്ലാനും ആയിരിക്കും സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നമുക്ക് നോക്കാം, എന്തായാലും താരാനിനെ കണ്ടിട്ട് നേരെ അവളുടെ അടുത്തേക്ക് പോകാം എന്ന് കിരൺ പറയുന്ന ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.